നമസ്കാരം. കേന്ദ്രമന്ത്രിസഭയിൽ ഒരു അഴിച്ചുപണിക്ക് സാധ്യത ഉണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം മോദി സർക്കാർ അധികാരത്തിലെത്തിയ അന്നു മുതൽ ഇടയ്ക്കൊക്കെ മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന നടത്തുന്നത് പതിവായിരുന്നു. അതായത് മോശം പെർഫോമൻസ് കാഴ്ചവയ്ക്കുന്ന മന്ത്രിമാരെ ഒഴിവാക്കി പുതിയ മന്ത്രിമാർക്ക് ചുമതല കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ അന്നു മുതൽ കണ്ടത്. നിലവിൽ കേരളത്തിലും ബീഹാറിലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ പടിവാതിക്കൽ എത്തി നിൽക്കെ നിർണായകമായ മാറ്റങ്ങളാണ് കേന്ദ്ര മന്ത്രിസഭയിൽ കൊണ്ടുവരാൻ പോകുന്നത്. 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ലക്ഷ്യം വെച്ച് നടക്കുന്ന പുനഃസംഘടനയിൽ സംസ്ഥാനത്ത് നിന്നും അനിൽ ആന്റണിക്ക് സാധ്യത തെളിയുന്നു എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഔദ്യോഗികമായി സ്ഥിരീകരണമില്ല എങ്കിലും ദേശീയ മാധ്യമങ്ങളടക്കം അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. അതിനൊരു കാരണവുമുണ്ട്. അതായത് സംസ്ഥാനത്ത് ക്രൈസ്തവ സഭകളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന നീക്കങ്ങൾക്ക് ഊർജം പകരുന്ന രീതിയിലാകും അനിലിന്റെ മന്ത്രിസഭാ പ്രവേശനം. അതായത് ക്രൈസ്തവരെ കൂടുതലായി അടുപ്പിക്കുക എന്നതും കോൺഗ്രസിൽ നിന്നും മുൻനിര നേതാക്കളെ BJPയിലേക്ക് എത്തിച്ച് കോൺഗ്രസിനെ തളർത്തുക എന്ന ലക്ഷ്യവും ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് വേണം കരുതാൻ. ആ ഒരു കരുക്കൾ നീക്കമാണ് ഇതിൽ നടക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവായ MK ആന്റണിയുടെ മകൻ കൂടിയായ അനിലിനെ ക്രൈസ്തവ സഭകളുമായുള്ള ബന്ധം ശക്തമാക്കാൻ ഇതുവഴി കഴിയുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നിലവിൽ സ്ഥാനമൊഴിയുന്ന ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന് പകരം പുതിയ നിയമനം ബീഹാറിൽ നിന്നും നടന്നേക്കുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഇതിനു പുറമെ സംഘടനാ തലത്തിലും ചില നിയമങ്ങൾക്ക് സാധ്യതയുണ്ട്. BJP ദേശീയ അധ്യക്ഷ പദവിയിലും പുതിയ അധ്യക്ഷൻ നിയമിതനാവും. JP നഡ്ഡ സ്ഥാനമൊഴിയുന്നതോടെ പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. BJP ദേശീയ നേതൃത്വം വനിതാ അധ്യക്ഷയെ പരിഗണിക്കുന്നതായും ഒരു സൂചനകളുണ്ട്. നിലവിൽ കേന്ദ്രമന്ത്രിയായ നിർമ്മല സീതാരാമന് പുറമെ D പുരന്ദരേശ്വരിയും പരിഗണനാ പട്ടികയിലുണ്ട്. സംസ്ഥാനത്ത് നിന്ന് ദേശീയ സംഘടനാ തലപ്പത്തേക്ക് K സുരേന്ദ്രൻ, V മുരളീധരൻ എന്നിവരിൽ ഒരാൾ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. നിലവിൽ ഗോവ ഗവർണറായ ശ്രീധരൻ പിള്ള സ്ഥാനമൊഴിഞ്ഞപ്പോൾ C സദാനന്ദൻ മാസ്റ്ററെ പാർട്ടി രാജ്യസഭാ അംഗമായി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടനയിൽ അനിൽ ആന്റണി കൂടി പരിഗണിക്കപ്പെട്ടാൽ മുൻ മന്ത്രിമാർ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും. ഉപരാഷ്ട്രപതി പദവിയിലേക്ക് ബീഹാറിൽ നിന്നുള്ള ജനതാൾ യുണൈറ്റഡ് നേതാവ് ഹരിവംശ് സിംഗിന്റെ പേര് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സജീവമായി തന്നെ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് നിന്നും ഇതിനു പുറമെയാണ് ഒരു രാജ്യസഭാ അംഗത്തെ കൂടി സംസ്ഥാനത്തിന് നൽകിയത്. ഇതല്ലാതെ ഇനിയൊരു പാർലമെന്ററി പദവിക്ക് സാധ്യത കുറവാണെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ മുൻ സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രന് ഒരു പദവി പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം അധ്യക്ഷ പദവി വഹിച്ച കാലത്താണ് തൃശൂരിൽ സുരേഷ് ഗോപി വമ്പൻ വിജയം നേടിയത്. തന്നെയുമല്ല, ഈഴവരെ വ്യാപകമായി തഴഞ്ഞുവെന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുരേന്ദ്രനിലൂടെ ഈഴവ വിഭാഗത്തിന്റെ പ്രാതിനിധ്യം അരക്കെട്ടുറപ്പിക്കാനും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ
7736549234.